Hi and welcome to the new video. In this video, I'll be discussing about how to find out inverse discrete Fourier transform of a given sequence using FFT algorithms. That is FFT decimation in time and decimation in frequency algorithms. Okay. അപ്പോൾ ഓൾറെഡി ഡി എഫ് ടി എങ്ങനെയാണ് ഡെസിമേഷൻ ഇൻ ടൈം വെച്ചിട്ടും ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി വെച്ചിട്ടും കാണാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഡെസിമേഷൻ ഇൻ ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ 8 ഡി എഫ് ടി ആണെങ്കിൽ നമ്മൾ എന്താ പറയുക 2 റാഡിക്സ് നിന്ന് മേലേക്കാണ് പോവുക. നേരെ തിരിച്ച് DIF ആകുമ്പോൾ നേരെ താഴേക്ക് റിവേഴ്സ് ഓർഡറിൽ ആണ് വരിക. അതേപോലെ എന്താ പറയുക DIT-ലാണെങ്കിൽ ബിറ്റ് റിവേഴ്സ്ഡ് ആണ് ഇൻപുട്ട്, DIF-ലാണെങ്കിൽ ഔട്ട്പുട്ടാണ് ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ്. അതിൽ എല്ലാം എന്താ പറയുക ട്യൂഡിൽ ഫാക്ടർ ഒക്കെ എങ്ങനെ കൊടുക്കണം, എവിടെയാണ് നെഗറ്റീവ്, അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെയിം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻവേഴ്സ് DFT കാണാമെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളാണ്, ഡയറക്റ്റ് നമുക്ക് അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരിക, പക്ഷെ ചെറിയൊരു ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, so the IDFT of an endpoint sequence, the inverse DFT of an endpoint sequence x of k, where k is 0 to n minus 1, is defined as x of n equal to 1 by n summation over k equal to 0 to n minus 1 x of k w minus nk, or w is the Twiddle factor e raised to minus j 2 pi by n. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന എക്സ്പ്രഷൻ ആണ്. ഇൻവേഴ്സ് DFT കാണാൻ, IDFT കാണാൻ നമ്മൾ യൂസ് ചെയ്തായിരുന്നത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്തായിരുന്നത്. ഓക്കെ, ഈ ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരം എങ്ങനെ ഈ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൽ DITO DIFO യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക DFT എന്നുള്ളൊരു സംഭവം അവിടെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ DFT നമുക്ക് പിന്നെ ഏത് മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് ഡെസിമേഷൻ ഇൻ ടൈമോ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി വെച്ച് ചെയ്യാം. പക്ഷേ ഈ ഒരു എക്സ്പ്രഷനിൽ ഇപ്പം നിൽക്കുന്ന പ്രകാരം റൈറ്റ് സൈഡിൽ ഡബ്ല്യുവിൻ്റെ പവർ -NK ആണ്. -NK വന്നിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തിനുള്ളൊരു ഇക്വേഷൻ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DFTക്കുള്ള ഇക്വേഷൻ അല്ല. DFTയുടെ ഇക്വേഷനിൽ ഡബ്ല്യുവിൻ്റെ പവർ പോസിറ്റീവ് ആണ്. അപ്പം നമുക്കിപ്പോൾ രണ്ട് മെത്തേഡ്, അപ്പോൾ ആ മെത്തേഡിൽ നമുക്ക് ഇവിടെ ചെയ്യാം. രണ്ട് മെത്തേഡ് ആക്ച്വലി ഉണ്ടെങ്കിലും ഈ മെത്തേഡാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ആ രീതിക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് സൈഡിലും നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ടേക്കിംഗ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്, on both sides. രണ്ട് സൈഡിലും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എൻ മാറിയിട്ട് എക്സ് സ്റ്റാർ ഓഫ് എൻ എന്ന് കിട്ടും. ഇപ്പുറത്ത് ഈക്വൽ ടു 1/n സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് കെ എന്നുള്ളത് എന്തായിട്ട് മാറും? എക്സ് സ്റ്റാർ ഓഫ് കെ ആയിട്ട് മാറും. ഇത് മൈനസ് പോവും. അപ്പോൾ ജസ്റ്റ് WNK എന്നുള്ള രീതിയിലായിട്ട് മാറും. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ എന്നിനെ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ N ഇൻറ്റു എക്സ് സ്റ്റാർ ഓഫ് എൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n minus 1 എക്സ് സ്റ്റാർ ഓഫ് കെ WNK എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന എക്സ്പ്രഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n minus 1 ആണ്, WNK ആണ്. ഇപ്പോൾ ഇതൊരു എന്തിനുള്ള എക്സ്പ്രഷൻ തന്നെയാണ്, DFTയുടെ സിമിലർ ഇക്വേഷൻ തന്നെയാണ് വന്ന് കിടക്കുന്നത്. പക്ഷെ ഇവിടെ കിടക്കുന്നത് എക്സ് സ്റ്റാർ ഓഫ് കെ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്താണെന്ന് പറയാം. എക്സ് സ്റ്റാർ ഓഫ് കെ എന്നുള്ളൊരു സീക്വൻസിൻ്റെ DFT ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു DFT ഓഫ് എക്സ് സ്റ്റാർ ഓഫ് കെ. ഈ ഒരു രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. എക്സ് സ്റ്റാർ ഓഫ് കെൻ്റെ DFT ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ, ഇതിൽ നിന്ന് എക്സ് സ്റ്റാർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ എന്നെ ജസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ എക്സ് സ്റ്റാർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/n DFT ഓഫ് എക്സ് സ്റ്റാർ ഓഫ് കെ എന്ന് വരും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക എക്സ് ഓഫ് കെ തന്നിട്ടുണ്ടായിരുന്ന എന്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്, എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഓഫ് എൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് എന്ത് എടുത്താൽ മതി? കോഞ്ചുഗേറ്റ് എടുത്താൽ മതി. വീണ്ടും രണ്ട് സൈഡിലും കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു
1 by n ഇതിൻ്റെ കോഞ്ചുഗേറ്റ് 1 by n, that is dft of x star of k whole കോഞ്ചുഗേറ്റ് എന്നുള്ള രീതിയിൽ വരും. സോറി, dft of x star of k whole conjugate. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സ് ഓഫ് എൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ഓഫ് കെ തന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ അതിൻ്റെ എന്ത് എഴുതുക, എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതുക. ഇപ്പോൾ റിയൽ സീക്വൻസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എക്സ് ഓഫ് കെ എക്സ് സ്റ്റാർ ഓഫ് കെ സെയിം ആവും. അല്ല എന്താ കോംപ്ലക്സ് ആണെങ്കിൽ എക്സ് സ്റ്റാർ ഓഫ് കെ എന്തായാലും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഡി എഫ് ടി കാണുക. സാധാരണ നമ്മൾ ഏത് മെത്തേഡ് വേണമെങ്കിൽ, ഇതിപ്പോൾ ഡി എഫ് ടി ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ ഡി എഫ് ടി നമുക്ക് നമ്മളുടെ കയ്യിലുള്ള രണ്ട് മെത്തേഡിലുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. അതായത് ഡെസിമേഷൻ ഇൻ ടൈം എഫ് എഫ് ടി വെച്ചിട്ടും ചെയ്യാം, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി എഫ് എഫ് ടി വെച്ചിട്ടും ചെയ്യാം. ഇതിലേത് എഫ് എഫ് ടി ടെക്നിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സെയിം മെത്തേഡുകൾ തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇൻപുട്ട് കൊടുക്കുന്നത് ഇപ്പോൾ എന്താണ്, എക്സ് സ്റ്റാർ ഓഫ് കെ ആണ് ഇൻപുട്ട് എന്ന് മാത്രം. എക്സ് ഓഫ് കെ അല്ല, എക്സ് സ്റ്റാർ ഓഫ് കെ ആണ് അവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഡി എഫ് ടി ആണ് കിട്ടാൻ പോകുന്നത്, എക്സ് സ്റ്റാർ ഓഫ് കെ ഡി എഫ് ടി. നമുക്ക് വേണ്ടത് എക്സ് ഓഫ് എൻ ആണ്. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 1 by n ഡി എഫ് ടി ഓഫ് എക്സ് സ്റ്റാർ ഓഫ് കെ. അപ്പോൾ എക്സ് സ്റ്റാർ ഓഫ് കെൻ്റെ ഡി എഫ് ടി അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതിനെ കിട്ടിയ ആൻസറിന് എന്തുകൂടി ചെയ്യണം, 1 by n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി എന്ത് കിട്ടി, നമ്മുടെ എക്സ് ഓഫ് എൻ കിട്ടി. അപ്പോൾ ഇത് നോർമലി നമ്മൾ എഫ് എഫ് ടി ഉപയോഗിച്ചായിരുന്നത് എക്സ് ഓഫ് എൻ തന്നിട്ട് എക്സ് ഓഫ് കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ എക്സ് ഓഫ് കെ തന്നിട്ട് എക്സ് ഓഫ് എൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും യൂസ് ചെയ്യുന്നത് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷേ തന്നിട്ടുള്ള എക്സ് ഓഫ് കെനെ ആദ്യം കോഞ്ചുഗേറ്റ് എടുത്തു, അത് ഇൻപുട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫൈനൽ ആൻസർ കിട്ടാൻ കിട്ടിയതിനെ ബൈ എൻ ചെയ്യണം എല്ലാ വാല്യൂസിനും. അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ, വേറെ വ്യത്യാസമില്ല. ടി ഐ ടിയോ ഡി ഐ എഫോ അതിൻ്റെ ഓർഡറിലൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം ഇതൊരു ഫിക്സഡ് അൽഗോരിതം ആണ്. ഡി ഐ ടി എന്ന് പറയുന്നത്, ഡി ഐ എഫ് എന്ന് പറയുന്നത്. വി ആർ ജസ്റ്റ് മേക്കിംഗ് യൂസ് ഓഫ് ദീസ് അൽഗോരിതംസ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഡി എഫ് ടി ഓഫ് എ ഗിവൺ സീക്വൻസ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഇൻവേഴ്സ് വന്നു എന്നത് വെച്ചിട്ട്, ഇൻവേഴ്സ് ആണ് കാണുന്നതെന്ന് വെച്ചിട്ട് ഡി ഐ ടി അൽഗോരിതത്തിനോ ഡി ഐ എഫ് അൽഗോരിതത്തിനോ ഒന്നും ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. 8 ഡി ഐ ടി എങ്ങനെ ചെയ്തായിരുന്നത് അതേപോലെ തന്നെ പോകണം. 8 ഡി ഐ എഫ് എങ്ങനെയാണ് ചെയ്തായിരുന്നത് അതേപോലെ തന്നെ ചെയ്യണം. 4 ഏതായാലും. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം 4 നോക്കാം, പിന്നെ 8 വരാം. The question is, compute the 4-point DFT of the sequence x of n equal to 1 0 1 0 using DIT FFT radix 2 algorithm. Then find IDFT of x of k obtained in part A using DIT FFT radix 2 algorithm. ഇവിടെ നേരെ ഐ ഡി എഫ് ടി അല്ല, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡി എഫ് ടി കാണുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി എഫ് ടി അത് തന്നെ 4 പോയിന്റ്, നമ്മൾ മുന്നേ 4 പോയിന്റുകൾ ചെയ്തിട്ടില്ല, 8 പോയിന്റാണ് ചെയ്തിട്ടില്ല. അപ്പോൾ 4 പോയിന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 പോയിന്റ് ഇട്ടിട്ടില്ല. 4 പോയിന്റ് ഡി എഫ് ടി ആദ്യം കാണുന്നു, എന്നിട്ട് ആ കിട്ടിയ ആൻസറിന്റെ ഇൻവേഴ്സ് കിട്ടുക. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ തിരിച്ച് കിട്ടണല്ലോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് സാധാരണത്തെ നമ്മളുടെ എങ്ങനെയാണോ ഡി എഫ് ടി കണ്ടാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി വരിക, ഒരു W40ൻ്റെ വാല്യൂ വേണ്ടി വരും, പിന്നെ W41ൻ്റെ വാല്യൂ വേണ്ടി വരും. W40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, W41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, W41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -j. ഇത് ഓൾറെഡി ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത് എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ. ഇനി നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ 4 പോയിന്റ് ആണ്. അപ്പോൾ എത്ര ലൈൻസ് വരയ്ക്കണം, 4 പാരലൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുന്നു അടുത്ത നമ്മളുടെ 4 പോയിന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ആ എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി ആണ് കാണുന്നത്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 0 1 0 ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഡി ഐ ടി അൽഗോരിതം ആണ്, DIT FFT അൽഗോരിതം ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഏത് ഓർഡറിലാണ് കൊടുക്കേണ്ടത്, ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് 0 എക്സ് ഓഫ് 2 ആണ് വരിക, കാരണം ശരിക്കുള്ളത് 0 തിരിക്കുമ്പോൾ 1 0 ആണല്ലോ വരിക. അപ്പോൾ ഇതേപോലെ ഇത് എക്സ് ഓഫ് 1 ആണ് വരിക, ഇത് എക്സ് ഓഫ് 3. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ബിറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെ വരും, കാരണം 0 0 0 0 തന്നെയല്ലേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂസ് തന്ന ഡാറ്റയിൽ നമ്മൾ എടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വരിക 1
1 0 0. ഇനി നമ്മളുടെ അൽഗോരിതത്തിലേക്ക് കടക്കാൻ ആദ്യം ഡയഗ്രാം വരച്ച് വയ്ക്കാം. ഇപ്പോൾ എന്താ ഡെസിമേഷൻ ഇൻ ടൈം ആണ്, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുക. അപ്പോൾ ചെറുതിൻ്റെ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഇവിടുത്തെ ചെറുതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ ഗ്രൂപ്പാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഒരു ക്രോസ് വരും. അതേപോലെ താഴെയും നമ്മളതിൻ്റെ കണക്ഷൻ വരുത്തുക. ഇനി ജസ്റ്റ് ആരോസ് മാർക്ക് ചെയ്യാം. എല്ലാം എന്ത് ആരോസ് ആണ്? ഫോർവേഡ് ഡയറക്ഷനിലുള്ള ആരോസ് ആണ് എല്ലാം. ഡയറക്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു, മുന്നേ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഇതാണ് വരിക. പിന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു ഇതിൽ വാല്യൂ കൊടുക്കേണ്ടി വരിക, വെയിറ്റ് കൊടുക്കേണ്ടത് ഇവിടെ ആയിട്ടാണ് വരിക. അപ്പം ഇത്രയാണ് ഫസ്റ്റ് സെക്ഷൻ്റെ വരിക. അടുത്ത സെക്ഷൻ വരുമ്പോൾ എന്തായിരിക്കും? 2ൻ്റെ ഗ്രൂപ്പുകൾ, അതായത് ഇപ്പോൾ 2 നിന്ന് 4 വരും. ഫസ്റ്റിൽ നിന്ന് 3ലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടു 3, സെക്കൻഡ് ടു 4. അതിൽ മുന്നേ വേണമെങ്കിൽ ഇവിടുന്ന് നേരെ റിവേഴ്സ് കണക്ഷൻ ഉണ്ട്, അത് ആദ്യം തന്നെ വേണമെങ്കിൽ ചെയ്തു വയ്ക്കാം. അത് അതേപോലെ സെക്കൻഡ് ടു 4th ആണ് വരിക, അതിൻ്റെ റിവേഴ്സ് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതും എല്ലാം എന്ത് തന്നെയാണ്? ഫോർവേഡ് ഡയറക്ഷൻ തന്നെയാണ്. ആരോസ് എല്ലാം സോ എല്ലാം ഫോർവേഡ് ആരോസ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഇൻപുട്ടുകൾ എവിടെ? താഴത്തെ 2 ഇനിയിപ്പോൾ ഇത് 8 ആയിരുന്നെങ്കിൽ അപ്പുറത്തേക്ക് 4ൻ്റെ കോമ്പിനേഷൻ വരും, താഴത്തെ 4 അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇവിടുത്തെ വാല്യൂസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാല്യൂസ് മാർക്ക് ചെയ്തായിരുന്നത് ഇതെന്തായിരുന്നു? W40 ആണ് ഇവിടെ വരിക, ഇതിൻ്റെ വാല്യൂ 1. ഇതും എന്താ? W40 ഇവിടെ എങ്ങനെയായിരുന്നു? W40യും W41 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1, ഇതിൻ്റെ വാല്യൂ -j. ഇനി ഇവിടെ താഴത്തെ ആരോയിൽ മാത്രം നമ്മൾ എന്ത് ഇടണം? -1. അടുത്തതിനാകുമ്പോൾ താഴത്തെ 2 ആരോയിൽ -1 എന്തിടുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് വരുന്നത്. ഇപ്പോൾ 2 സ്റ്റേജുകളുടെ ആവശ്യമുള്ള കാരണം 4 പോയിന്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇനി ജസ്റ്റ് നമ്മൾ വാല്യൂസിനനുസരിച്ച് കാൽക്കുലേഷൻ ചെയ്യുക, ഓരോ സ്റ്റേജിലത്തെയും വാല്യൂസ് എടുത്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇവിടെ നോക്കുക, ഇനി ഇവിടേക്ക് വരുമ്പോൾ രണ്ടും പ്ലസ് വരും, 1ഉം 1ഉം എന്ത് വരും ഇവിടെ? 1 + 1 = 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്തത് 1 - 1 0. ഈ താഴത്തെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും സീറോസ് ആണ്. സോ 0 + 1 0, 0 + 0 0, 0 - 0 0. ഇത് കുറച്ച് എളുപ്പമുള്ള അൽഗോരിതമാണ്. ഇതിൽ നിന്ന് ഇനി പുറത്തോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 2 0 ആണ്. സോ 2 ഇങ്ങോട്ട് വരും, താഴ്ന്നു വരുന്ന 0 ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല, എന്താ വരുന്നുള്ളൂ ഇവിടെ? 2 തന്നെയാണ് നമുക്ക് കിട്ടുക. അടുത്തത് ഇവിടെ 0 ആണ്, താഴ്ന്നു വരുന്നത് 0 ആണ്, അപ്പോൾ അത് 0 വരും. ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വരുന്നത് മേലെ നിന്നുള്ളൊരു 2 ഉണ്ട്, താഴ്ന്നത് 0 ആണ്, അപ്പോൾ ഇത് തന്നെ വരും 2 വരും. ലാസ്റ്റത്തെ 0 0, അപ്പോൾ അത് 0 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ വാല്യൂസ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് അറിയാം എന്താ ഏത് ഓർഡറിലായിരിക്കും വന്നിട്ടുണ്ടാവുക? ബിറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് വന്നിട്ടുണ്ടാവുക റിസൾട്ടുകൾ. അപ്പോൾ ഇത് ഓരോ സാധനങ്ങൾ എന്തായിരിക്കും? ക്യാപിറ്റൽ X(0), ക്യാപിറ്റൽ X(1), ക്യാപിറ്റൽ X(2), ക്യാപിറ്റൽ X(3). അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലാണ് റിസൾട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആൻസർ ജസ്റ്റ് എടുത്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ therefore ഇവിടുത്തെ കേസിൽ ഇവിടെ എഴുതുന്നത് മാത്രം. therefore DFT of x of n is എന്താ? x of k = ജസ്റ്റ് ഓർഡറിൽ എഴുതുക 2 0 2 0. ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ചെയ്യാൻ. ഇനി ഈ x of k വെച്ചിട്ട് നമ്മളോട് സെക്കൻഡ് ബി പാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെയിം x of k യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ x of k യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു, തിരിച്ച് x of n. അപ്പോൾ ഇതേ വാല്യൂലേക്ക് തിരിച്ച് വരാൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് IDFT of x of k obtained in part A using DIT FFT. സെയിം അൽഗോരിതം തന്നെ ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് x of k വാല്യൂ ആയിട്ട് ഇത് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് വീണ്ടും അതേ കാര്യം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇനി ഇൻപുട്ടായിട്ട് നിൽക്കുന്നത് x of k ആണ് നമ്മളിവിടെ
ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ലോജിക്ക് പ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ് ഓഫ് കെ ഉണ്ട്, ആദ്യം തന്നെ എന്ത് എഴുതണം, എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എക്സ് സ്റ്റാർ ഓഫ് കെ എന്ത് തന്നെ വരിക, സെയിം തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല, കാരണം റിയൽ തന്നെയാണ്, റിയൽ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എക്സ് സ്റ്റാർ ഓഫ് കെ വരെ കാണേണ്ടി വരും. ഇനി ഇവിടെ ഇൻപുട്ടിൽ നമ്മളപ്പോൾ കൊടുക്കുമ്പോൾ ഈ എക്സ് സ്റ്റാർ വാല്യൂസ് ആണ് കൊടുക്കുന്നത്, അത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്തൊക്കെയാണ്, എക്സ് സ്റ്റാർ ഓഫ് 0, x star of 2, x star of 1, x star of 3. ഇതൊക്കെ നേരത്തെ ചെയ്തായിരുന്നു അതേപോലെ. ഇപ്പോൾ ജസ്റ്റ് ഇൻപുട്ട് വേറെ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് വരും, 2 2 0 0 എന്ന് വരും. ഇനി നേരത്തെ പോലെ നമ്മൾ എന്തുണ്ടാക്കുക, ഈ റാഡിക്സ് അൽഗോരിതം ഫോം ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു മുഴുവനായിട്ട്. വേണമെങ്കിൽ നമുക്ക് വേണ്ട, ഓക്കെ, എന്തായാലും ജസ്റ്റ് ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഒന്നുകൂടിയും ഓർക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റത്തേൽ നിന്ന് സെക്കൻഡത്തേക്ക് കണക്ട് ചെയ്യുക. അതിലൊന്നും ഒരു മാറ്റമില്ല. ഇവിടെയാണ് പലപ്പോഴും സംശയം വരുന്നത്, ഇൻവേഴ്സ് ആകുമ്പോഴേക്കും ഇത് മാറുന്നുണ്ടോയെന്ന്. ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഇതാണ് ഈ സെറ്റ് വരിക. അതേപോലെ ഞാൻ അടുത്തതും കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നു. ഫസ്റ്റത്തേൽ നിന്ന് തേർഡിലേക്ക് അതിൻ്റെ റിവേഴ്സും, അതായത് ഒരു ക്രോസ് വരുന്ന പോലെ, സെക്കൻഡിൽ നിന്ന് ഫോർത്തിലേക്ക് അതിൻ്റെ റിവേഴ്സും, എല്ലാം ഫോർവേഡ് ഡയറക്ഷൻ, എല്ലാം ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ ആരോസിൻ്റെ ബേസിലാണ് അവിടെ ശരിക്ക് കാൽക്കുലേഷൻസ് വരുന്നത്. ഇനി അവിടെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് എന്ത് വരുന്നത്, നമ്മൾ വാല്യൂ വരാൻ പോകുന്നത്, ഇവിടെ വാല്യൂ വരാൻ പോകുന്നത്, പിന്നെ താഴത്തെ രണ്ടെണ്ണത്തിലാണ് വരാൻ പോകുന്നത്. ഇത് എന്തായിരുന്നു, സെയിം തന്നെ, W40, അതിലൊന്നും ഒരു മാറ്റമില്ല, ഈക്വൽ ടു 1, W40 ഈക്വൽ ടു 1, W40 ഈക്വൽ ടു 1, W41 ഈക്വൽ ടു -j. -1 ഒറ്റ വ്യത്യാസമില്ല, ജസ്റ്റ് ഇത്ര കൊടുക്കുക. ഇനി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം തന്നെ വരുന്നുള്ളൂ. ഇവിടെ 2 + 2 എന്ത് വരും, 2 × 2 ആണ്, 4 വരും. അടുത്ത താഴത്തേക്ക് വരുമ്പോൾ 2 - 2 എന്ത് വരും, 0 വരും. 2 - 2 വരുന്ന കാരണം ഇത് 1 ആണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ 2 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2, ഇൻറ്റു -1 ചെയ്യുമ്പോഴാണ് ഇവിടെ 2 - 2 വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോണേ, താഴത്തെ ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം 0 ആണ്, 0 0 എന്ന് വരും. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നുമില്ല, എല്ലാം സീറോസ് ആണ്, സോ 0 എന്ന് കിട്ടും. ഇവിടേക്ക് വരുമ്പോൾ ഒരു 4 മേലെ നിന്ന് വരുന്നുണ്ട്, 4 ഉണ്ടാവും. ഇത് വീണ്ടും 0 എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ കിട്ടി നിൽക്കുന്ന ആൻസറുകൾ, വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മളുടെ മറ്റേ എക്സ്പ്രഷൻ പ്രകാരം, നമ്മളവിടെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് ഇവിടെ കിട്ടുന്നത് DFT ഓഫ് X star of K ആണ്. ഇവിടെ നമുക്ക് എന്താ ഇത് വരുന്നത്. ഇവിടെ ശരിക്കും കിട്ടിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടൈംസ് എന്തായിരിക്കും, n ടൈംസ് എക്സ് സ്റ്റാർ ഓഫ് n എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇത് n ടൈംസ് എക്സ് സ്റ്റാർ ഓഫ് 0, n ടൈംസ് എക്സ് സ്റ്റാർ ഓഫ് 1, n ടൈംസ് എക്സ് സ്റ്റാർ ഓഫ് 2, n ടൈംസ് എക്സ് സ്റ്റാർ ഓഫ് 3 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇതിലത്തെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം n ഈക്വൽ ടു 4 ആണ് അല്ലേ. സോ therefore നമുക്ക് ഇതിൽ നിന്ന് എക്സ് സ്റ്റാർ ഓഫ് 0, എക്സ് സ്റ്റാർ ഓഫ് 1, എക്സ് സ്റ്റാർ ഓഫ് 2, എക്സ് സ്റ്റാർ ഓഫ് 3 കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ നിന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ, സീക്വൻസ് എഴുതുകയാണെങ്കിൽ എക്സ് സ്റ്റാർ ഓഫ് n ആണ് ആദ്യം എഴുതണം. എക്സ് സ്റ്റാർ ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ബൈ 4 ചെയ്യണം. ബൈ 4 ചെയ്യുമ്പോൾ 1 0 1 0 എന്ന് വരും. ഞാൻ നോർമൽ കേസിൽ പറയുന്നത് എക്സ് സ്റ്റാർ ഓഫ് n വെച്ച് നിർത്താൻ പാടില്ല. ശരിക്ക് എക്സ് സ്റ്റാർ ഓഫ് n കിട്ടിക്കഴിഞ്ഞാൽ therefore എക്സ് ഓഫ് n കാണണം. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. ഇവിടെ റിയൽ ആയതുകൊണ്ട് അതിനൊരു മാറ്റം ഇല്ല എന്നുള്ളൊരു കേസ് മാത്രമേ വരുന്നുള്ളൂ. 1 0 1 0 വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ. തിരിച്ച് ഇൻവേഴ്സ് എടുത്ത് വന്നപ്പോഴും നമ്മൾ അവിടെ തന്നെ എത്തിയത് 1 0 1 0ലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണോ എക്സ് ഓഫ് കെ തന്നിട്ടുള്ളത് ആദ്യം അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. അത് സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുക. ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ ബൈ n ചെയ്യുക. എന്നിട്ട് കിട്ടിയതിൻ്റെ കോൺജുഗേറ്റും കൂടി എടുക്കണം എന്ന് മാത്രം, അത് ശ്രദ്ധിക്കണം.
അപ്പോൾ അത് റിയൽ ആയതുകൊണ്ട് കോൺജുഗേറ്റ് എടുത്തില്ലെങ്കിൽ തെറ്റൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നായിരുന്നു. പക്ഷെ മറ്റേ കേസിൽ കോംപ്ലക്സ് ആകുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. ഫൈൻഡ് ദ 4-point റിയൽ സീക്വൻസ് എന്നാണ്. എക്സ് ഓഫ് എൻ ഇഫ് ഇറ്റ്സ് 4-point DFT samples are x of 0 equal to 6, x of 1 equal to -2 plus 2j, x of 2 is equal to -2. Use DIF FFT algorithm. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഓഫ് കെയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് IDFT തന്നെയാണ് കാണേണ്ടത്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റ എക്സ് ഓഫ് 0 തന്നിട്ടുണ്ട് 6 എന്ന് പറഞ്ഞിട്ട്, പിന്നെ എക്സ് ഓഫ് 1 തന്നിട്ടുണ്ട് -2 -2j, അതേപോലെ തന്നിട്ടുള്ളത് എക്സ് ഓഫ് 2 ആണ്, എക്സ് ഓഫ് 2 ഈക്വൽ ടു -2. പക്ഷെ അവിടെ എന്തിൻ്റെ വാല്യൂ ഇല്ല, എക്സ് ഓഫ് 3ൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ അത് ആദ്യം നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് അതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ, എക്സ് ഓഫ് എൻ ഈസ് എ റിയൽ സീക്വൻസ്. അതായത് തന്നിട്ടുള്ള എക്സ് ഓഫ് കെ ആണ്, അത് കോംപ്ലക്സ് ആണെങ്കിലും കിട്ടാൻ പോകുന്ന എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ് റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ സീക്വൻസിൽ നമുക്ക് സിമ്മട്രി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് സിൻസ് എക്സ് ഓഫ് എൻ is a real sequence. Question la പറഞ്ഞിട്ടുണ്ട്, since x of n is a real sequence, it has to satisfy the following symmetry condition. സിമ്മട്രി കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? ആ കണ്ടീഷൻ എന്താണ്, എക്സ് ഓഫ് കെ റിയലിൻ്റെ കേസിലാണ് എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ എന്നാണ് വരിക, എൻ മൈനസ് കെ. ഇപ്പോഴത്തെ കേസിൽ 4 ആയതുകൊണ്ട് എക്സ് സ്റ്റാർ ഓഫ് 4 മൈനസ് കെ എന്നുള്ള രീതിയിൽ വരും. സോ ദാറ്റ് ഈസ് നമുക്കിവിടെ വേണ്ട ഏതാ, എക്സ് ഓഫ് 3 അല്ല കിട്ടാനുള്ളത്. എക്സ് ഓഫ് 3 ഈക്വൽ ടു എന്ത് വരും, എക്സ് സ്റ്റാർ ഓഫ് 4 മൈനസ് 3 ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് 1. ഇപ്പോൾ എക്സ് ഓഫ് 1 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ എന്ത് വരും, -2 പ്ലസ് 2j എന്ന് വരും. കാരണം ഇത് -2 -2j ആണ്. -2 പ്ലസ് 2j എന്നുള്ളത്. ഒരു സെക്കൻഡ്, ഇത് നമുക്ക് ഇത് പ്ലസ് 2j ആണ്. ഇവിടെ ഇപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് -2j എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്താൽ. അപ്പോൾ ക്വസ്റ്റിനിൽ അങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നിർത്തി എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്. ഇതിങ്ങനെയായിരുന്നു, +2j എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദെർഫോർ നമുക്കിപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളുടെ എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു, ക്വസ്റ്റിൻ നിന്ന് കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം നമുക്ക് തുടങ്ങാം. എക്സ് ഓഫ് കെ ഈക്വൽ ടു വാല്യൂസ് എഴുതുക, 6, -2 പ്ലസ് 2j, -2 -2 ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ഡാറ്റ. എക്സ് ഓഫ് കെ എടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻവേഴ്സ് കാണണം. എത്ര DIF ആണ് പറഞ്ഞിട്ടുള്ളത്, 4 പോയിന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്, 4 പോയിന്റിന്റെ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അതിന് 4 ലൈൻസ് വരയ്ക്കുക. ഓക്കെ, സോ 4 പാരലൽ ലൈൻസ് വരച്ചു. പിന്നെ ഇതിൽ നമുക്ക് വേണ്ട ഡാറ്റാസ് വാല്യൂസ് ഉപയോഗിക്കേണ്ടി വരിക, 2 എണ്ണം വേണ്ടി വരുമല്ലോ. W40യും നേരത്തെ പോലെ തന്നെയാണ് വാല്യൂസ് 1, അതേപോലെ W41 വേണ്ടി വരും -j. ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊന്ന് താഴത്തേക്ക് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ നമുക്കിപ്പോൾ ഇൻപുട്ട് ബിറ്റ് റിവേഴ്സലിൻ്റെ ആവശ്യം ഇല്ല ഇവിടുത്തെ കേസിൽ. ഇത് ഏതായതുകൊണ്ട് DIF ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇത് എക്സ് ഓഫ് കെ ആണ്, എന്ത് കാണണം, എക്സ് ഓഫ് കെ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിൽ എക്സ് ഓഫ് കെ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, എക്സ് സ്റ്റാർ ഓഫ് കെയുടെ DFT കണ്ടിട്ട് അതിനെ 1/n ആണ് ചെയ്യേണ്ടത് എന്നാണല്ലോ ഫൈനൽ ആൻസറിന്. അപ്പോൾ ആദ്യം എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതി വയ്ക്കുക. എന്താ വരിക, 6 -2 -2j. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിന് വ്യത്യാസം. അതിലായിരുന്നപ്പോൾ നമുക്ക് റിയൽ ആയിരുന്നുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അത് ആദ്യം ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. +2j എന്നുള്ള രീതിയിൽ വരും. ഇതാണ് ഇവിടെ ഇനി ഇൻപുട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, DIF ആകുമ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ബിറ്റ് റിവേഴ്സലിൻ്റെ ആവശ്യമില്ല.
അതായത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഡാറ്റ കറക്റ്റ് ഓർഡറിലാണ്. അതായത് എക്സ് സ്റ്റാർ ഓഫ് 0, എക്സ് സ്റ്റാർ ഓഫ് 1, എക്സ് സ്റ്റാർ ഓഫ് 2, എക്സ് സ്റ്റാർ ഓഫ് 3 ആ ഓർഡറിൽ തന്നെ കൊടുക്കാം. ജസ്റ്റ് ഇൻപുട്ട് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഓർഡറിൽ എടുത്ത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇപ്പോൾ വാല്യൂസ് എന്തൊക്കെയാണ്? 6 -2 -2j -2 -2 +2j. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻപുട്ട് ഇൻവേഴ്സ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുത്തിട്ട് വേണം കൊടുക്കാൻ. ഇനി ബാക്കി നമ്മൾ സാധാരണ ചെയ്താറുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഇത് DIF ആണ്. ഇപ്പം നേരെ റിവേഴ്സ് ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് തേർഡിലേക്ക് വലിയ കണക്ഷനാണ് മേലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സും ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് വെക്കാം. അതേപോലെ സെക്കൻഡിൽ നിന്ന് ലാസ്റ്റത്തിലേക്കാണ് വരേണ്ടത്, അതിൻ്റെ റിവേഴ്സ്. ഇതും എല്ലാം എന്ത് തന്നെയാണ്? ആരോസ് എല്ലാം ഫോർവേഡ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. ഫോർവേഡ് ആരോസ് ആണ്. ഓക്കെ, ഇതിൻ്റെ എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് താഴത്തെ രണ്ടെണ്ണത്തിൻ്റെ ഇതിൽ വരും. ഇനി അടുത്ത ചെറിയ ഗ്രൂപ്പ് വരും. ചെറിയ ഗ്രൂപ്പ് രണ്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, വരിക. ഇവിടെയും എല്ലാം എന്ത് തന്നെയാണ്? ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് ആണ്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. കഴിഞ്ഞിട്ടാണ് വരിക. ഇതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ഇനി ഇതിൽ ജസ്റ്റ് ആ സംഭവങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെ മൈനസ് താഴത്തെ രണ്ടെണ്ണത്തിൽ നമുക്ക് എന്ത് വരും? -1 വരും. അതേപോലെ ഇവിടെയും -1 വരും. ഇത് നമ്മൾ എന്തായിരിക്കും? W40, ഇത് W41. W40 പറഞ്ഞാൽ 1 ആണ്. W41 എന്ന് പറഞ്ഞാൽ -j ആണ്. ഇവിടെ എന്ത് വരും? W40 വരും, W40 വരും. എസ്റ്റിമേഷൻ ഫ്രീക്വൻസി ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ചെയ്യും. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാൽക്കുലേഷൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഓരോ നോക്കുക. ഇവിടേക്ക് ഫസ്റ്റ് ഇവിടേക്ക് വരുന്നത് 6 വരുന്നുണ്ട്. പിന്നെ താഴെ -2 വരുന്നുണ്ട്. 6 - 2 4 വരും. അടുത്ത് ഇവിടേക്ക് വരുന്ന നോക്കുക. ഒന്ന് ഇതാണ് -2 -2j വരുന്നുണ്ട്. പിന്നെ താഴ്ന്ന് -2 + 2j വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് വരും? -4 വരും. മറ്റേ ക്യാൻസൽ ആയി പോകും. -4 വരും. ഇനി ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് നോക്കുക. ഇവിടേക്ക് വരുന്നത് മേലെന്ന് 6 വരുന്നുണ്ട്. താഴ്ന്ന് -2 × -2 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ എന്താവും? 8 ആവും അല്ലേ? മേലെന്ന് 6, ഇവിടെ -2 × -1 ചെയ്യുമ്പോൾ +2 ആവും. അപ്പോൾ 8 എന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടുക. അതേപോലെ ഈ ഒരു ഇതിലേക്ക് വരുന്ന എന്താ? -2 -2j വരുന്നുണ്ട്. അതിൽ ഈ ഒരു സാധനം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതായത് +2 -2j എന്ന് വരും. അപ്പോൾ -4j ആണ് നമുക്ക് എവിടെ കിട്ടുക? താഴത്ത് കിട്ടുക. -4j. ഒന്നുകൂടി ഞാൻ പറയാം. 6 ഇവിടുന്ന് വന്ന് നിൽക്കുന്നുണ്ട്. താഴെന്ന് -2 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 6 - 2 4 വന്നു. ഇനി ഇവിടേക്ക് നോക്കുമ്പോൾ ഇതാണ് വരുന്നത്. -2 -2j വരുന്നുണ്ട്. താഴ്ന്ന് -2 + 2j. അപ്പോൾ -2jയും +2jയും ക്യാൻസൽ ആയി, ബാക്കി -4. ഇനി ഇവിടെ 6 വരുന്നുണ്ട്. -2 × -1 +2. 6 + 2 8. ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് -2 -2j വരുന്നുണ്ട്. താഴെ -2 + 2j × -1 വരുന്നുണ്ട്. അപ്പോൾ അതെന്താവും? +2 -2j എന്നാവും. അപ്പോൾ -4j കിട്ടും ഇവിടെ. ഇത്രയാണ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതൊന്ന് ചില ഇതിൽ മാത്രമേ നോക്കേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഇവിടേക്കൊന്നും മാറ്റില്ല. ഇത് തന്നെയാണ് 4 തന്നെയാണ് വരാൻ പോകുന്നത്. -4 തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെ × 1 ചെയ്ത് കഴിഞ്ഞാൽ 8 തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ -j കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താവും? മൈനസ് × മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ അത് പ്ലസ് ആയി. j × j -1 വരും. അപ്പോൾ -4 തന്നെയാണ് ഇവിടെ വീണ്ടും വരാൻ പോകുന്നത്. ഇനി ഇതെടുത്തിട്ടാണ് അപ്പുറത്തേക്ക് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ മേലെ വരുമ്പോൾ എന്ത് വരും? 4 - 4 0 അല്ലേ? 0. താഴെ വരുമ്പോൾ 4 + 4 ആവും. അപ്പോൾ ഇത് 8 ആവും. കാരണം -4 വരുമ്പോൾ +4 ആവും. ഇനി ഇവിടെ വരുമ്പോൾ 8 - 4 എത്ര വരും? 4. താഴത്ത് പ്ലസ് ആവും 12 അല്ലേ? ഇപ്പുറത്തേക്ക് ഒന്നുകൂടി എടുത്ത് എഴുതണം. കാരണം ഇവിടെ ഇതിലുള്ളതാണ്. അതിൻ്റെ ആക്ച്വലി ആവശ്യമില്ല. കാരണം സെയിം തന്നെയാണ്. 1 അല്ലേ വരാൻ പോകുന്നത്.
0, 8, 4, 12. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടി നിൽക്കുന്ന വാല്യൂസ്. ഇപ്പം ഇതൊക്കെ എന്താണ് ഓരോന്നും ഇവിടെ വന്ന് നിൽക്കുന്നത് ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കോൺജുഗേറ്റ് ആണ് 1/n ഉണ്ടായിരിക്കും. അതായത് ഇവിടെ നിൽക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പം അതൊരു ഐഡിയ വേണം. നമുക്കവിടെ കിട്ടുന്ന സംഭവം 1/n x star of n ആണ് കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ ഓൾറെഡി റിയൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള കോൺജുഗേറ്റ് ഒന്നും എടുക്കേണ്ടി വരില്ല എന്നുള്ള ഊഹിക്കാം. അപ്പോൾ ഇവിടെ 1/4 x star of n ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ ആൻസർ തിരിച്ച് എടുക്കാൻ കഴിയണം. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞപ്പോൾ എന്താ 1/4 x star of 0 ആണ്, ബിറ്റ് റിവേഴ്സ്ഡ് ആണ്. 1/4 x star of 2 ആണ്. 1/4 x star of 1, 1/4 x star of 3. ഇതാണ് ഇവിടെ എടുക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് ഓരോ വാല്യൂസും കിട്ടി എന്നുള്ള എക്സ് സ്റ്റാറുകൾ കിട്ടും. അപ്പോൾ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാലും റിയൽ ആയതുകൊണ്ട് സെയിം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ദെർഫോർ ആൻസർ ഞാൻ ഡയറക്റ്റ് എടുത്തു തരുന്നുള്ളൂ. ദെർഫോർ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇപ്പോൾ ആദ്യം എക്സ് സ്റ്റാർ ഓഫ് എൻ ആണ് എഴുതേണ്ടത്, എന്നിട്ട് എക്സ് ഓഫ് എൻ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തത്. ഇവിടുത്തെ കേസിലൊന്നും അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ എഴുതുന്നു. ഈക്വൽ ടു എന്ത് വരും? ആദ്യം 0, അടുത്തത് 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അടുത്തത് 2, അടുത്തത് 3. ഇതാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ട് IDFT ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് യൂസിങ് DIT FFT radix 2 അൽഗോരിതം. ഡെസിമേഷൻ ഇൻ ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെസിമേഷൻ ഇൻ ടൈം സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇൻപുട്ട് എക്സ് ഓഫ് കെ ആണ്, ഇൻവേഴ്സ് ആണ് കാണേണ്ടത് മാത്രം. എക്സ് ഓഫ് കെ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ എന്ത് എടുക്കേണ്ടി വരും? കോൺജുഗേറ്റ് എടുത്ത് വെച്ചിട്ട് വേണം അവിടെ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതി വെക്കുക എന്നുള്ളതാണ്. എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതുക, എന്നിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ തെറ്റും. സോ 7, അടുത്ത് എന്ത് വരും? -0.707 മൈനസ് എന്നുള്ള എന്താവും? പ്ലസ് ജെ 0.707 ആവും. കോമ മൈനസ് ജെ എന്നുള്ള എന്താവും? പ്ലസ് ജെ ആവും. കോമ 0.707 മൈനസ് എന്നുള്ളത് എന്തായി മാറും? പ്ലസ് ജെ 0.707 ആവും. കോമ 1, അതിന് മാറ്റം കിട്ടിയ 0.707 പ്ലസ് ജെ എന്നുള്ളത് മൈനസ് ജെ 0.707 ആവും. പ്ലസ് ജെ എന്നുള്ളത് മൈനസ് ജെ ആവും. മൈനസ് 0.707 മൈനസ് ജെ 0.707 ആയിട്ട് മാറും. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇത് 8 പോയിന്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഏതൊക്കെ ആവശ്യം വരും? W80 വരും, W81ൻ്റെ ആവശ്യം വരും, W82 ആൻഡ് W83. ഈ നാലെണ്ണത്തിൻ്റെ വാല്യൂസും നമുക്കിവിടെ ആവശ്യം വരും. W80ൻ്റെ വാല്യൂ പിന്നെ അറിയാം 1 ആണ്. W81ൻ്റെ വാല്യൂ എന്താ? 0.707 മൈനസ് ജെ 0.707 ആണ്. അതേപോലെ W82ൻ്റെ വാല്യൂ മൈനസ് ജെ ആണ്. 83ൻ്റെ വാല്യൂ ജസ്റ്റ് മറ്റേതിൽ മൈനസ് ഫ്രണ്ടിൽ വരും. മൈനസ് 0.707 മൈനസ് ജെ 0.707 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ ആവശ്യം വരുന്നത്. ഇത് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് DIT സാധാരണ DIT അൽഗോരിതം ചെയ്യുന്ന പോലെ ചെയ്യുക. അവസാനം കിട്ടുന്ന ആൻസറിനെ ബൈ 8 ചെയ്യണം, കോൺജുഗേറ്റ് എടുക്കണം. അപ്പോഴാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് 8.50 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 8 പാരലൽ ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വരയ്ക്കണം. പ്രോപ്പറായിട്ട് സ്പേസിങ്ങോട് കൂടിയിട്ട് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം, കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതി പോകണമെങ്കിൽ എഴുതി പോകാം, അല്ല മറ്റു ചില താഴേക്ക് വേറെ ഇതൊക്കെ ആയിട്ട് എഴുതിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് ചെയ്താൽ മതി. ഇതാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കൊടുക്കലാണ്. ഇൻപുട്ട് കൊടുക്കൽ ഏത് ഓർഡറിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്? ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിൽ വേണം കൊടുക്കാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അത് സംശയമുള്ള ഒരു ടേബിൾ എഴുതിയിട്ട് ആ രീതിയിൽ ഫോം ചെയ്യുക. അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ 0 എന്തായാലും അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതിന് തന്നെ വരിക എക്സ് സ്റ്റാർ ഓഫ് 0 തന്നെ വരിക. പക്ഷെ അടുത്തത് 1 ആണ് സാധാരണ കേസിൽ വരിക. 1 ആണ് വരിക. അപ്പോൾ അതിന് പകരം ഇവിടെ എന്താവും 100 എന്നാവും. അതായത് 4 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഏതായിരിക്കും? എക്സ് സ്റ്റാർ ഓഫ് 4 ആണ് എഴുതേണ്ടത്. ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അറിയേണ്ടതാണ്. ഇത് വരിക എക്സ് സ്റ്റാർ ഓഫ് 2 ആണ് വരിക. എക്സ് സ്റ്റാർ ഓഫ് 6 ഇവിടെ എക്സ് സ്റ്റാർ ഓഫ് 1, എക്സ് സ്റ്റാർ ഓഫ് 5, എക്സ് സ്റ്റാർ ഓഫ് 3. ഇതൊക്കെ ഒന്ന് തെറ്റിക്കാൻ്റെ ഓർത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. എക്സ് സ്റ്റാർ ഓഫ് 7. ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് അവിടെ നമുക്ക് എഴുതാം ഓരോന്നിൻ്റെയും. എക്സ് സ്റ്റാർ ഓഫ് 0ൻ്റെ വാല്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 7 ആണ്. എക്സ് സ്റ്റാർ ഓഫ് 4ൻ്റെ വാല്യൂ 1, അത് 1 2 3 4. 4ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1. അതേപോലെ ഞാൻ ബാക്കിയുള്ള എൻ്റെ വാല്യൂസും കൂടി എഴുതണു. ജെ നിങ്ങൾക്ക് നോക്കി എഴുതിക്കോളാം. മൈനസ് ജെ തെറ്റാത്ത രീതിയിൽ ഈക്വൽ ടു ഇതൊക്കെയാണ് കുറച്ച് സംഭവങ്ങളുള്ളത്. 0.707 പ്ലസ് ജെ 0.707. എക്സ് സ്റ്റാർ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.707 മൈനസ് ജെ 0.707. ഇത് 0.707 പ്ലസ് ജെ 0.707. ആൻഡ് ലാസ്റ്റ് വൺ മൈനസ് 0.707 മൈനസ് ജെ 0.707. ഓക്കെ, ഇത് ഇൻപുട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മളുടെ അൽഗോരിതം ബട്ടർഫ്ലൈ സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2ൻ്റെ 4ൻ്റെ ആ രീതിക്കാണല്ലോ പോകേണ്ടത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഇത് രണ്ടും തമ്മിലുള്ളത് വരയ്ക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. എല്ലായിടത്തും ഇതേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇതിലൊന്നും മാറ്റമില്ല. ഡെസിമേഷൻ ടൈമാണ്. സാധാരണ എങ്ങനെയാണ് ഡെസിമേഷൻ ടൈം ചെയ്യുന്നത് അത് അതേപോലെ തന്നെ വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ മാറ്റമൊന്നും വരുത്തരുത്. ഇതിൻ്റെ നമുക്ക് പിന്നെ ആരോസ് എല്ലാം ഫോർവേഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഓൾറെഡി വരയ്ക്കാൻ അറിയേണ്ടതാണ്. അപ്പോൾ ഇത് ഇത്ര ടൈം എടുത്ത് ഞാൻ പറയുന്നത് വീണ്ടും മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഇനി ഇതിൻ്റെ നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെയാണ് വാല്യൂസ് കൊടുക്കേണ്ടി വരിക അല്ലേ. ഡെസിമേഷൻ ടൈം ആയതുകൊണ്ട് അതൊക്കെ 1 ആണ്, എഴുതേണ്ട കാര്യമില്ല. എന്നാലും എഴുതാം. W80 കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം W40 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ W80 ആയി. ഇതൊക്കെ വാല്യൂസ് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എഴുതുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം -1 -1 -1 ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ 4 കമ്പൈൻ ചെയ്യണം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫസ്റ്റും തേർഡും തമ്മിൽ കമ്പൈൻ ചെയ്യണം. റിവേഴ്സും ചെയ്തു വയ്ക്കാം. അതുപോലെ സെക്കൻഡ് 1 ആൻഡ് ഫോർത്ത് 1 അതിൻ്റെ റിവേഴ്സും ചെയ്തു വയ്ക്കാം. എല്ലാം ഫോർവേഡ് ഡയറക്ഷനാണ് ആരോസ് വരിക. അപ്പോൾ അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇതിനെ താഴത്തേക്കും കൂടി തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിവിടെ എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇവിടെയും എന്ത് തന്നെയാണ്? ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് ആണ്. അപ്പോൾ ആരോസ് ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക തെറ്റാതെ. എല്ലാ ആരോസും മാർക്ക് ചെയ്യുക. ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആരോസ് ഒക്കെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, തെറ്റാണ്ടിരിക്കണം. പിന്നെ ഇനി ഇതിൻ്റെ ഇൻപുട്ടുകൾ വരുന്ന എവിടെയാണ്? ഫ്രണ്ടിൽ തന്നെയാണ്. അടിയിലത്തെ 2 അവിടെയാണ് വരിക. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ വാല്യൂസും അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതേതാ? W80 W82 അല്ലേ? W82 ആണ്, അത് തെറ്റിക്കരുത്. W80 W82. മുന്നത്തെ കേസിൽ W4041 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 8ലാണ് കിടക്കുന്നത്. ഇപ്പോൾ 8082 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1ഉം ഇതിൻ്റെ വാല്യൂ -j ആണ്. അതാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. -j.
ഇത് 1 ആണ്, വേണമെങ്കിൽ എഴുതാം. ഇവിടെ നിന്ന് എഴുതിയിട്ടില്ല, 1 ആണ്, എഴുതാൻ നിർബന്ധമൊന്നുമില്ല, 1 ആണ്. ജസ്റ്റ് വീണ്ടും എഴുതാം ഒന്ന്. ഓക്കെ, ഇതാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് -1, അതും കൂടി മാർക്ക് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ അത് തെറ്റും. -1 -1. ഇനി ഏറ്റവും അവസാനം വരുമ്പോൾ ഫൈനൽ കമ്പൈൻ ആണ്, അതായത് ഫസ്റ്റ് എത്തുന്ന ലാസ്റ്റ് എന്താ ഫിഫ്ത്തിലേക്ക് എന്നുള്ള രീതിക്ക് നമ്മളിവിടെ കമ്പൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ. സോറി, ഫസ്റ്റ് ടു ഫിഫ്ത്ത്, അതേപോലെ ഓരോ സെറ്റിൻ്റെയും ഇതൊക്കെ റിവേഴ്സും ചെയ്യണം. ഓക്കെ, ഇതും എല്ലാം എന്ത് തന്നെയാണ്, ഫോർവേഡ് ഡയറക്ഷൻ ആണ്, ആരോസ് എല്ലാം ഇടുക. ഓൾറെഡി ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. ചെയ്ത് നോക്കുക, അതിൻ്റെ കാര്യമില്ല. ഇവിടെ താഴത്തെ 4 നമ്മൾ കൊടുക്കേണ്ടി വരിക, പിന്നെ താഴത്തെ 4 -1കൾ വരാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് എന്തൊക്കെയാണ് വരിക, W80 ഓർഡറിൽ വരും, W81, W82, W83, -1, -1, -1, -1. ഇത്രയാണ് ഇവിടെ വരുന്നുള്ളൂ. അപ്പുറത്ത് ഫൈനൽ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുക. ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിലാണ് വരിക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്, 1/8 സോറി n ടൈംസ് അല്ലെങ്കിൽ 8 ഇൻറ്റു എന്താ കിട്ടുക, x സ്റ്റാർ ആണ് കിട്ടുക, x സ്റ്റാർ ഓഫ് 0, അതേപോലെ 8 ഇൻറ്റു x സ്റ്റാർ ഓഫ് 1, 8 ഇൻറ്റു x സ്റ്റാർ ഓഫ് 2 ഓർഡറിൽ കിട്ടും. പക്ഷെ എല്ലാറ്റിനും 8 ഇൻറ്റു x സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ 8ഉം ആദ്യം കോൺജുഗേറ്റ് എടുത്തിട്ട് ബൈ 8ഉം കൂടിയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, 8 ഇൻറ്റു x സ്റ്റാർ ഓഫ് 7, ഇവിടെ കിട്ടുന്ന വാല്യൂസ് കോൺജുഗേറ്റ് എടുക്കുക, ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി ഓരോ സ്റ്റേജിലെയും കാൽക്കുലേഷൻസും കാര്യങ്ങളും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വാല്യൂസ് മാത്രം ഇവിടെ എഴുതാം. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ വാല്യൂസ് 7ഉം 1ഉം ആണ്. 7 + 1 8, 7 - 1 6 എന്നുള്ള രീതിയിൽ വരും. ഇത് 8, 6, ഞാൻ ജസ്റ്റ് വാല്യൂസ് എഴുതാം. 0 വരും, കാരണം 1ഉം. ഓക്കെ, ജെയും -j ആണ്, 0. ഇത് 2j വരും. താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് ഉണ്ടായിരിക്കും. ഈ കേസിൽ 0 -1 പോയിന്റ് ചെയ്ത് നോക്കുക, 4 പ്ലസ് j 1.414, ഇതും 0, 1.414 പ്ലസ് j 1.414. ഇവിടെ ഇതിനെ -j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും ഇതിനെ -j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. ഇവിടെ അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 884 ആണ് ഇത് കിട്ടുക. 0 0 0 തന്നെ ഇവിടെയും വരും. ഇതിന് വാല്യൂ ഉണ്ടാവും -2.828 പ്ലസ് j 2.828. ഇത് ഫൈനൽ സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത്, സോറി ഞാൻ നമുക്കിവിടെ കിട്ടുക 8 8 8 8. എല്ലാം എന്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, 8കളാണ് കിട്ടുന്നത്. 8 ഫൈനൽ വാല്യൂ മാത്രം 0 എന്നാണ് കിട്ടുക. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ കോൺജുഗേറ്റ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് സെയിം തന്നെയാണ് എന്താ വരുന്നത്. എല്ലാം റിയൽ ആയതുകൊണ്ട് വലിയ കുഴപ്പം വന്നില്ല. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്, x സ്റ്റാർ ഓഫ് n ആണ് ഇവിടുന്ന് കിട്ടുക ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ x സ്റ്റാർ ഓഫ് n ഈക്വൽ ടു എന്ത് കിട്ടും, 1 1 1 1.
ഇതാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് സാധാരണത്തെ കേസിലാണെങ്കിൽ കിട്ടുന്നതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ കിട്ടുക. പക്ഷേ ഇവിടുത്തെ കേസിൽ റിയൽ ആയതുകൊണ്ട് എക്സ് ഓഫ് എൻ ഇങ്ങനെ കിട്ടും. ഇത്ര ഇവിടെ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. കാരണം നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു സ്റ്റേജിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് സ്റ്റാർ ഓഫ് എൻ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിനെ ബൈ 8 ചെയ്യും, കോൺജുഗേറ്റും എടുക്കണം. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല ഇങ്ങനത്തെ ആയതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് IDFT of the following sequence using DIF algorithm. X of k is given. ഇവിടെ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ട്, ഇൻവേഴ്സ് കാണാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. DIF അൽഗോരിതം ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്. എത്ര 8 പോയിന്റുകൾ കാണാം. ഇപ്പോൾ 8 പോയിന്റ് DFT ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് ഓഫ് കെ എന്നിട്ടുള്ള എക്സ് സ്റ്റാർ ഓഫ് കെ എഴുതുക. എന്നിട്ട് നമ്മൾ 8 പോയിന്റിൻ്റെ W8081 82 83യുടെ വാല്യൂസ് അറിയാം, അത് എഴുതി വയ്ക്കുക. പിന്നെ വരയ്ക്കുക 8 പോയിന്റ് DIF അൽഗോരിതം ആണ്. അപ്പോൾ ആദ്യത്തേക്ക് 8 ലൈൻ വരച്ച് നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ ചെയ്യണം. അതായത് 4ൽ നിന്ന് അടുത്ത 4 അടിയിലത്തെ 4ലേക്കുള്ള ആ കണക്ഷൻ രീതിയിൽ തിരിച്ച് 8 അവസാനമാണ് 2ൻ്റെ സെറ്റ് വരിക. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കുക, കൊടുക്കുക, ചെയ്യാന്ന് മാത്രം. അപ്പോൾ ഇൻപുട്ടിൽ ബിറ്റ് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, DIF ആയതുകൊണ്ട്. ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആൻസർ ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും, അത് കറക്റ്റായിട്ട് എടുക്കണം. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ എക്സ് സ്റ്റാർ ഓഫ് കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡബ്ല്യൂകളുടെ വാല്യൂസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. താഴത്ത് 8 ഇതിൻ്റെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പൊടി മേലേക്ക്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഇതിൽ വാല്യൂസ് കൊടുക്കുക, ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സ്റ്റാറുകളാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, പക്ഷേ കറക്റ്റ് ഓർഡറിൽ കൊടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ എളുപ്പമായിട്ടുള്ള കാര്യം. അതായത് ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് എന്താ, ഇത് എക്സ് സ്റ്റാർ ഓഫ് 0, എക്സ് സ്റ്റാർ ഓഫ് x star of 1, x star of 2, star of 3 ഒക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതാം എന്നുള്ളതാണ്. കാരണം DIF ആയതുകൊണ്ട്. പക്ഷെ അവസാനം റിസൾട്ട് എടുക്കുമ്പോൾ നമ്മളത് ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. ബാക്കി ഇവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് IDFT ആണ് പറയുമ്പോൾ തന്നിട്ടുള്ള എൻ്റെ കോൺജുഗേറ്റ് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എല്ലാം തെറ്റും. ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. അതാണ് അവിടുത്തെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. ഈ ജസ്റ്റ് ഡാറ്റാസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക വേണ്ടു. 4 1 മൈനസ് ജെ 2.414 0 1 മൈനസ് ജെ 0.414 0 1 പ്ലസ് ജെ 0.414 0 1 പ്ലസ് ജെ 2.414. ജസ്റ്റ് തന്ന ഡാറ്റ അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ അൽഗോരിതം ഫസ്റ്റിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് നേരെ മറ്റേ ടൈപ്പ് റിവേഴ്സ് ടൈപ്പ് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഫസ്റ്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഫിഫ്ത്തിലേക്ക് കണക്ഷൻ, സെക്കൻഡ് ടു സിക്സ്ത്, തേർഡിൽ നിന്ന് സെവൻത്തിലേക്ക്, ഏറ്റവും അവസാനത്തിലേക്ക്. ഓക്കെ, ഇത് നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ കൂടി നമ്മൾ കണക്ഷൻ ചെയ്ത് വെക്കണം. ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് എക്സാമ്പിൾസ്. അപ്പോൾ അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവേണ്ടതാണ് എളുപ്പമാണ്. ഇനി എല്ലാം ഫോർവേഡ് ഡയറക്ഷൻ ആരോസ് ആണ്. അപ്പോൾ ആരോസ് എല്ലാം മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ ആരോസും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പുറത്താണ് റിസൾട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈൻ്റെ സാധനം വരിക. അപ്പോൾ ഇവിടെയാണ് ആരോകൾ ഇട്ട് വയ്ക്കേണ്ടത്. പിന്നെ അതിൻ്റെ വാല്യൂസ് ഇവിടെ -1, അടിയിലത്തെ 4 -1 കൊടുക്കണം. -1 -1 -1 -1. ഇവിടെ എന്ത് വരും, W80 W81 W82 W83. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോൾ 2 ആവും. അപ്പോൾ കോമ്പിനേഷൻ ചേഞ്ച് ആവും. ഫസ്റ്റ് ടു തേർഡ്, സെക്കൻഡ് ടു ഫോർത്ത്, അതിൻ്റെ റിവേഴ്സ് കണക്ഷൻ. ഓക്കെ, ഇത് എല്ലാം നമുക്ക് ആരോസും മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഇതിൻ്റെയും കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ത് വരാൻ പോകുന്നത്, അടിയിലത്തെ 2 വരാം. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് താഴത്തേതിലേക്കും വെക്കാം. ഓക്കെ,
സെയിം തന്നെയാണല്ലോ വരാൻ പോകുന്നത്. ഇങ്ങനെയാണ് വരിക. ഈ ലാസ്റ്റ് സ്റ്റേജ് ഈ കിട്ടിയിട്ടുള്ള എൻ്റെ സിംഗിൾ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുള്ള കേസുകളാണ് വരാൻ പോകുന്നത്. ഫൈനൽ ആൻസർ കിട്ടാൻ. അപ്പോൾ അവിടെ എളുപ്പമുള്ള കാര്യമാണ്. എല്ലാം അവിടെയും ഫോർവേഡ് ഡയറക്ഷൻ തന്നെ. ഓക്കെ, ഇതിൽ മാത്രമാണ് വരാം. അപ്പോൾ അതിൽ മുന്നേ ഇതിലത്തെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ -1 -1 -1 -1 ഇതെന്താ W80 W8 W80 W82 -1 W80 ആണ്. അത് പിന്നെ തെറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് താഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാണ് അപ്പോൾ നമ്മളുടെ എന്ത് വരുന്നത്, ബട്ടർഫ്ലൈ സ്ട്രക്ചർ വരുന്നത്. ഇനി ജസ്റ്റ് വാല്യൂസ് കൊടുക്കുക ചെയ്യുക നമ്മൾ മാത്രമാണ് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഇതിൻ്റെ വാല്യൂസ് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിലെ വാല്യൂസ് ജസ്റ്റ് എഴുതാം. നിങ്ങൾ ചെയ്ത് നോക്കുക ആണ് വേണ്ടത്, ഓരോ സ്റ്റേജിലും എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത്, ഇവിടെ ജസ്റ്റ് ഇത് വേണമെങ്കിൽ നോക്കാം. എന്താ വരുന്നത്, 4 വരുന്നുണ്ട്, താഴ്ന്ന് 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും എന്ത് വരുള്ളൂ, 4 അല്ലേ. ഇവിടെ വരാൻ പോകുന്നത് 4 ആണ്. ഇവിടെ വരിക 2 + J2 ആണ് കിട്ടുക. ചെയ്ത് നോക്കിക്കോളുക. 0 2 - J2 അതാണ് വരിക. ഇപ്പം ഇവിടെ 4 ആണ് വരിക. അത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ 4 ആണ് വരിക. ഇവിടെ 2 + J2 ഇത് 0 ഓക്കെ. അപ്പം എന്തായാലും ഇങ്ങനെ വാല്യൂസ് കൊടുത്ത് ചെയ്യുക. സോ ഫൈനൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന വാല്യൂസ് വരിക ഇപ്പോൾ സേ 8 8 0 8 0 8 0 8 0 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ നമുക്ക് അറിയാം എന്താ, n × x⁴ ആണ്. അത് തന്നെ ബിറ്റ് റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് എഴുതണം. ബൈ എന്ത് ചെയ്യണം, n ചെയ്യണം. റിയൽ ആയതുകൊണ്ട് കോൺജുഗേറ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ദെയർഫോർ നമുക്കത് ഫൈനൽ ആൻസർ എന്ത് വരും, x(n) ഈസ് ഈക്വൽ ടു 1 1 1 1 0 0 0 0 എന്നാണ് ആൻസർ കിട്ടുക. ചെയ്ത് നോക്കിക്കോളാം, കംപ്ലീറ്റ് ആക്കിയോ.